സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് RCBക്ക് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 18 സീസണായിട്ട് കുറ്റം കേട്ടുകൊണ്ടിരുന്നത് അവരുടെ ബോളിംഗ് നിരയെക്കുറിച്ചായിരുന്നു. പക്ഷേ ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക പുകഴ്ത്തിയത് അവരുടെ ബോളിംഗ് നിരയെ തന്നെയാണ്. വളരെ മികച്ചൊരു ബോളിംഗ് നിരയാണ് RCBക്ക് ഈ ഒരു സീസൺ ഉണ്ടായിരുന്നത്. ഭുവനേശ്വർ കുമാർ, ജോഷ് ഹേസൽവുഡ്, സുയാ ശർമ്മ ഇവരെല്ലാം കൂടെ വേറെ ലെവൽ ബോളിംഗ് നിര തന്നെയാക്കി മാറ്റി എന്ന് തന്നെ പറയണം. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് RCBയുടെ ഈ ഒരു സീസണിൽ ഏറ്റവും വലിയ കുന്തമുന എന്നൊക്കെ പറയുന്നത് ജോഷ് ഹേസൽവുഡായിരുന്നു. സോ എന്തായാലും ജോഷ് ഹേസൽവുഡുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാർ, അല്ലെങ്കിൽ ഒരു ലക്കി ഫാക്ടർ എന്ന് തന്നെ പറയണം. അതായത് ജോഷ് ഹേസൽവുഡ് ഏതൊക്കെ ഫൈനൽ, അതായത് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ അദ്ദേഹം ഏതൊക്കെ ഫൈനലിൽ കളിച്ചിട്ടുണ്ടോ ആ ഒരു ഫൈനലിലൊന്നും അദ്ദേഹം പരാജയപ്പെട്ടിട്ടില്ല. നമുക്കൊരിക്കലും അതായത് അദ്ദേഹം ഏതൊക്കെ ഫൈനലിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് അദ്ദേഹം ഏതൊക്കെ ഫൈനലുകളിൽ ഇപ്പോൾ IPL ആണെങ്കിലും മറ്റ് ക്ലബ് തല മത്സരങ്ങളിലാണെങ്കിലും അല്ലാത്ത ഇൻ്റർനാഷണൽ മത്സരങ്ങളിലാണെങ്കിലും ജോഷ് ഹേസൽവുഡ് ടീമിലുണ്ടെങ്കിൽ അദ്ദേഹം ആ ഒരു മാച്ച് കളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മാച്ചിലൊന്നും തന്നെ അദ്ദേഹം കളിക്കുന്ന ടീം പരാജയപ്പെട്ടിട്ടില്ല എന്നൊരു സ്റ്റാറ്റാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. എന്തായാലും അതിനടിയിലായിട്ട് ഇങ്ങനൊരു സ്റ്റാറ്റ് പറഞ്ഞ ആ ഒരു സൈറ്റല്ല, ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൻ്റെ അടിയിലായിട്ടൊക്കെയുള്ള കമൻറ്റാണ് രസം. പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഉടൻ തന്നെ തോക്കും. ഏതായാലും RCB ആണ്, എന്തായാലും അത് നടന്നിരിക്കും എന്നൊക്കെയാണ് ആരാധകർ പറയുന്നത്. അതായത് ചിലപ്പം RCB ഫൈനലിൽ തോക്കും എന്നൊക്കെയാണ് ആരാധകർ പറയുന്നത്. ജോഷ് ഹേസൽവുഡിൻ്റെ ആ ലക്കൊന്നും ചിലപ്പോൾ ഇവിടെ വില പോകില്ല RCB ആയതുകൊണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്തൊരു കാണുന്നതിന്